ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രഭാത വചനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് തിരിയുക. വേദപുസ്തക സന്ദേശത്തിൻ്റെ സാംക്ഷിപ്തം ദൈവത്തിലേക്ക് മടങ്ങി വരിക, റിട്ടേൺ ടു ദി ഗോഡ് എന്നത് ആണ്. ദൈവത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ നാം നമ്മെ ഒന്ന് പരിശോധിക്കണം. നാം എവിടെയാണ്? നമ്മുടെ വിശ്വാസത്തിൽ എവിടെ എല്ലാം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്? നാം എന്തുമാത്രം പാപം ചെയ്തിട്ടുണ്ട്? അതിൻ്റെ പ്രായശ്ചിത്തം ചെയ്യുന്നതിനായി അവസരമൊരുക്കിയോ? നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതായ നല്ല കാര്യങ്ങൾ നാം ചെയ്യുന്നുവോ? എൻ്റെ ദൈവമേ, ഞാൻ മഹാപാപിയാകുന്നു എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുമോ എന്ന് ഒന്ന് ആലോചിച്ച് അവങ്കിലേക്ക് തിരിയുവാൻ നാം ആഗ്രഹിക്കണം. അവങ്കിലേക്ക് തിരിയാതെ നമ്മുടെ പാപങ്ങൾ മോചിച്ച് കിട്ടുകയില്ല. നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധിക്കുകയില്ല. അവങ്കിലേക്ക് മടങ്ങി വരുന്നതിനായി എന്തൊക്കെയാണ് നാം ചെയ്യേണ്ടതെന്ന് വചനത്തിലൂടെ നമുക്ക് ഒന്ന് നോക്കാം. ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം നാം നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാകുന്നതായ ഒരു കാര്യമുണ്ട്. ഹോശേയ 12-ാം അധ്യായം 6-ാം വാക്യം. അതുകൊണ്ട് നീ നിന്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരിക, ദയയും ന്യായവും പ്രമാണിച്ച് ഇടപെടാതെ നിന്റെ ദൈവത്തിനായി കാത്ത് കൊണ്ടിരിക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട്? അവൻ സൈന്യങ്ങളുടെ ദൈവമാകുന്നു. യഹോവ എന്ന് ആകുന്നു അവൻ്റെ നാമം. 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. നാം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായ കാര്യമാണിത്. അതുകൊണ്ട് നീ നിന്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരിക, ദൈവം ന്യായവും പ്രമാണിച്ച് ഇടപെടാതെ നിന്റെ ദൈവത്തിനായി കാത്തുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട്? 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആകും. അവൻ സൈന്യങ്ങളുടെ യഹോവ സൈന്യങ്ങളുടെ ദൈവമാകുന്നു. യഹോവ എന്ന് ആകുന്നു അവൻ്റെ നാമം എന്ന് ഇവിടെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ആളത്ത് ബന്ധത്തിൻ്റെ ദീർഘവീക്ഷണമാണ് ഹോശേയ പ്രവചനം. ദൈവത്തിൻ്റെ അതിരറ്റ സ്നേഹത്താൽ ഇസ്രായേലിനെ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രമാക്കിയതിനാൽ ദൈവം ഇസ്രായേലിൻ്റെ രക്ഷിതാവാകുന്നു എന്ന് ഹോശേയ പ്രസംഗിച്ചു. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ധാർമ്മിക പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഹോശേയ നിർദ്ദേശിച്ചു. ഹോശേയയുടെ പുസ്തകത്തിൽ 14 അധ്യായങ്ങളും 197 വാക്യങ്ങളുമാണ് ഉള്ളത്. BC 710 ാണ് ഇത് എഴുതിയത് എന്ന് വേദപണ്ഡിതന്മാർ കരുതുന്നു. ഹോശേയ പ്രവാചകൻ പറയുന്നത് ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്താണ് അരുളി ചെയ്യുന്നത്? 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ, യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു എന്ന്. അതായത് യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു എന്നാണ്. ഇസ്രായേൽ ജനം ജീവിതത്തിലും പ്രവൃത്തിയിലും ദൈവത്തിൽ നിന്ന് അകന്നതിനാൽ ദേശം മുഴുവനും ദൈവത്തിലേക്ക് തിരിയണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ് ഇവിടെ ഹോശേയ പ്രവാചകൻ ചെയ്യുന്നത്. ഹോശേയ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് 5-ാം അധ്യായം 4-ാം വാക്യത്തിലും 6-ാം അധ്യായം 1-ാം വാക്യത്തിലും 7-ാം അധ്യായം 10-ാം വാക്യത്തിലും 11-ാം അധ്യായം 5-ാം വാക്യത്തിലും 14-ാം അധ്യായം 2-ാം വാക്യത്തിലും നമ്മൾ നോക്കുമ്പോൾ ഇത് ആവർത്തിച്ച് പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. നാം ഇപ്പോൾ അന്ന് ഇസ്രായേൽ എങ്ങനെയായിരുന്നുവോ അതുപോലെ ആയിരിക്കുന്നു. ആ ദുഷ്ടപ്രവൃത്തികളിൽ നിന്നും ദൈവത്തിലേക്ക് തിരിഞ്ഞ് അവനെ ആരാധിക്കാൻ ഈ അവസരം നമുക്ക് വിനിയോഗിക്കാം. അധാർമികതയിൽ ജീവിച്ച നിനിവ നഗരവും മാനസാന്തരപ്പെടുവാൻ യോനാ പ്രവാചകനിലൂടെ ദൈവം ആഹ്വാനം ചെയ്തത് നമുക്ക് യോനായുടെ പുസ്തകത്തിൽ നിന്നും മനസ്സിലാകും. ശാസ്ത്രവും സാങ്കേതികവും ആയി സൃഷ്ടിക്കുന്ന പുതിയ സംസ്കാരത്തിൽ ഹോശേയ പ്രവചനം ഇന്ന് വളരെ പ്രസക്തമാണ്.
ദൈവത്തിങ്കിലേക്ക് മടങ്ങിച്ചെല്ലുവാൻ മനസ്സില്ലാത്ത സമൂഹത്തോടുള്ള പ്രത്യാശയുടെ വിളംബരമാണ് ഈ യോനാ പ്രവചനത്തിൽ നാം കാണുന്നത്. മെറ്റനോയ എന്ന ഗ്രീക്ക് പദത്തിന് മാനസാന്തരം അഥവാ പശ്ചാത്താപം എന്നാണ് അർത്ഥം. ജീവിതത്തെ പുതുക്കുന്നതിനും പുനർക്രമീകരിക്കുന്നതിനും മാനസാന്തരം അനിവാര്യം ആണ്, മൂല്യവത്തുമാണ്. മാനസാന്തരത്തിൽ പാപത്തെ വെറുക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നു. മാനസാന്തരം അഥവാ പശ്ചാത്താപം എന്നത് കുറ്റബോധമാണ്. നിനിവ നഗരത്തിൽ നടന്നത് മാനസാന്തര പ്രക്രിയയാണ്. യോനായുടെ പുസ്തകം 3-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്കത് വളരെ ക്ലിയറായിട്ട് മനസ്സിലാവും. യോന പ്രവാചകൻ്റെ പുസ്തകത്തിൽ 4 അധ്യായങ്ങളും 48 വാക്യങ്ങളും ആണ് ഉള്ളത്. BC 760 എഴുതിയെന്ന് കരുതുന്നു. മാനസാന്തരപ്പെടാൻ യേശു വിളിക്കുമ്പോൾ ദൈവത്തിങ്കിലേക്കുള്ള മടക്കമാണ് അർത്ഥമാക്കുന്നത്. പാപത്തിൽ നിന്നുള്ള മാനസാന്തരം എന്നതിലുപരി മനസ്സിൻ്റെയും സ്വഭാവത്തിൻ്റെയും സമഗ്രമായ പ്രവർത്തനവും നവീകരണവുമാണ് ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങിവരവ്. അത് നാം മറക്കരുത്. ജീവിത ശൈലിയെ തിരുത്തുകയും പുതുക്കുകയും ചെയ്യുന്ന അനുദിന പ്രക്രിയയാണ് അത്. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ദൈവനിയമം പാലിക്കുന്നവർക്ക്, കൽപ്പനകൾ ആചരിക്കുന്നവർക്ക് ദൈവം നീതി തലമുറയോളം നൽകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. സങ്കീർത്തനം 103-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യഹോവയുടെ ദയോ എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും എന്നാണ് ഇവിടെ എടുത്തു പറയുന്നത്. 103-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു എന്നാണ്. നമ്മുടെ പ്രവൃത്തികളെ തിരുത്തി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരുന്നു എങ്കിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. അതിനായി നമുക്ക് ഈ അവസരം ഉപയോഗിക്കാം. 3 നേരം പ്രാർത്ഥിക്കാൻ അഥവാ സാധിച്ചില്ല എങ്കിൽ 2 നേരമെങ്കിലും പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മെ തന്നെ ശുദ്ധീകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.